ഇന്ന് നമ്മൾ AP എക്സസൈസ് 5.3 തേർഡ് ക്വസ്റ്റ്യന്റെ 6th പാർട്ടാണ് നോക്കാൻ പോകുന്നത്. എന്താണ് ക്വസ്റ്റ്യൻ എന്ന് നോക്കാം. In an AP given A is equal to 2, D is equal to 8, SN is equal to 90, find N and AN. നമ്മളുടെ ക്വസ്റ്റ്യനകത്ത് നമുക്ക് ഫസ്റ്റ് ടേം A തന്നിട്ടുണ്ട്, കോമൺ ഡിഫറൻസ് തന്നിട്ടുണ്ട്, n ടേംസിന്റെ സം തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് n ആൻഡ് an. നമുക്കറിയാം an എന്ന് പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് ടേംസ്. അതായത് നമുക്ക് തന്ന ഗിവൺ APയിൽ എത്ര നമ്പർ ഓഫ് ടേംസ് ഉണ്ട് അതാണ് n. ദെൻ an, നെക്സ്റ്റ് വൺ ഫൈൻഡ് ചെയ്യേണ്ടത് an ആണ്. എന്താണ് an? എന്ത് ടേം? ആ APയിലെ ലാസ്റ്റ് ടേം, അതാണ് an എന്ന് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. നമുക്കറിയാം SN നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ? അങ്ങനെയാണെങ്കിൽ SN കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. SN is equal to n/2 into 2a plus n minus 1 into d, where SN is equal to 90. ഇപ്പൊ SN ന് പകരം നമുക്ക് 90 കൊടുക്കാം. n/2 into n നമുക്കറിയില്ല, 2a, a is 2, first term a 2, plus n minus 1 into common difference 8. That is equal to n/2 into 2 into 2 4. ഇവിടെ നമുക്ക് ബ്രാക്കറ്റ് എക്സ്പാൻഡ് ചെയ്യാം. 8n minus 8. That is equal to n/2 into 4ഉം -8ഉം ഉണ്ട്. നമുക്കറിയാം ഒന്നൊരു പോസിറ്റീവും ഒന്നൊരു നെഗറ്റീവുമാണ്. എന്ത് ചെയ്യണം? ഡിഫറൻസ് കണ്ട് ഗ്രേറ്റർ നമ്പറിന്റെ സൈൻ കൊടുക്കുക. 4 minus 8 minus 4 plus 8n. ലെഫ്റ്റ് സൈഡ് ഈസ് 90 ഇല്ലേ? അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 90 is equal to n/2 into -4 plus 8n. നമുക്ക് ഇവിടെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നടത്താം. 90 into 2 180. 180 is equal to n into -4 plus 8n. Then right side നമുക്ക് ബ്രാക്കറ്റ് എക്സ്പാൻഡ് ചെയ്യാം. n into -4 is -4n. n into 8n is 8n square. Left hand side is 180. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? 180 കൂടെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകാം. 8n square minus 4n minus 180 is equal to 0. It is a quadratic equation. ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ് നമുക്ക് കിട്ടിയേക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഈ ഇക്വേഷനെ ഒന്നുകൂടെ ഒന്ന് ചെറുതാക്കാം. എത്ര കൊണ്ട് ചെറുതാക്കാമെന്ന് നോക്കുക. ഒന്നുകിൽ ഇതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, ത്രൂ ഔട്ട് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. മനസ്സിലായല്ലോ? അപ്പൊ നമുക്കിതിനെ ഡിവൈഡിങ് ത്രൂ ഔട്ട് ബൈ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 4 2s are 8, 2n square minus n. ഇതോ 4 3s are 4 4s are 16, റിമൈൻഡർ 2, 2ഉം 0ഉം കൂടെ 20, 5 4s are 20. That is equal to 0. അപ്പോൾ നമുക്കൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ കിട്ടി. 2n square minus n minus 45 is equal to 0. നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ റൂട്ട് കണ്ടുപിടിക്കണം, എന്നിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. സോ സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേമിലൂടെ നമുക്ക് റൂട്ട് എന്നിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം നമ്മൾ പഠിച്ചതാണ്. പോളിനോമിയലിനകത്ത് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ് സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം. നോക്കാം എങ്ങനെയാണ് സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം. നോക്കാം. s is -1, s is -1 and product is 2 into -45, that is equal to -90. പ്രോഡക്റ്റ് 90 കിട്ടണം, സം -1 കിട്ടണം. ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് പ്രോഡക്റ്റ് 90 -90യും സം -1 കിട്ടുമെന്ന് നോക്കുക. അതിനുവേണ്ടി നമുക്കൊരു എളുപ്പമാർഗമുണ്ട്. 90യുടെ ഫാക്ടേഴ്സിനെ കണ്ടുപിടിക്കുക. ഏതൊക്കെ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 90 കിട്ടും, അതിനെ നമ്മൾ കണ്ടുപിടിക്കാം. എന്തൊക്കെയാണെന്ന് കണ്ടുപിടിക്കാം 90 കിട്ടുന്ന ഫാക്ടർ. ഇവിടെ നോക്കുക. നമുക്കറിയാം 10ഉം 9ഉം അല്ലേ? 10 into 9 is 90. സോ 10ൽ നിന്ന് 9 മൈനസ് ചെയ്താൽ 1. അപ്പോൾ നമുക്ക് സമ്മും കിട്ടി, പ്രോഡക്റ്റും കിട്ടി. സോ ഇനി ഏതാണ് നെഗറ്റീവ് നമ്പേഴ്സ് കൊടുക്കേണ്ടത്? ഇവിടെ നോക്കുക. ഡിഫറൻസ് എടുക്കുമ്പോൾ വലുതിന്റെ നമ്പർ വരുന്നത് കൊണ്ടാണ് ഇവിടെ മൈനസ് വന്നത് സമ്മിന്. അപ്പോൾ നമുക്ക് നോക്കാം, ഗ്രേറ്റർ നമ്പർ തന്നെ മൈനസ് സൈൻ ഇട്ട് കൊടുക്കുക. സോ -10 and 9 നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. മിഡിൽ ടേമിനെ സ്പ്ലിറ്റ് ചെയ്യാം. 2n square മൈനസ് എന്നിന് പകരം നമ്മൾ എഴുതാൻ പോകുന്നു -10n plus 9n
-45 is equal to 0. അതായത് നമുക്ക് മിഡിൽ ടേം ആണ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തേക്കുന്നത് -4n ആയിട്ടും +9n ആയിട്ടും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? -n എന്ന് കിട്ടും. ഇനി നമുക്കിത് കമ്പൈൻ ചെയ്യാം. ഈ രണ്ട് ടേമിനെ നമുക്ക് കമ്പൈൻ ചെയ്താൽ ഒരു 2n നെ കോമൺ എടുക്കാം. ബാക്കി n-5 എന്ന് കിട്ടും. +9 എടുക്കാം കോമൺ ആയിട്ട്. സോ 5 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഇനി നമുക്ക് ഇതിനകത്തൊന്നും അറിയാം, ഈ രണ്ട് ടേമിനും n-5 കോമൺ ഉണ്ട് അല്ലേ? അപ്പൊ നമുക്ക് എന്തെടുക്കാം? ടേക്കിംഗ് ഔട്ട്സൈഡ് n-5. ദെൻ റിമൈനിങ് ടേംസ് എന്ന് പറയുന്നത് 2n + 9 ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഇവിടെ നോക്കാം, n-5 × 2n + 9 ഈസ് ഈക്വൽ ടു 0. n-5 0 ആണെങ്കിൽ നമുക്കറിയാം n ഈസ് ഈക്വൽ ടു +5. 2n + 9 ഈസ് ഈക്വൽ ടു 0 എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ 2n ഈസ് ഈക്വൽ ടു -9 or n ഈസ് ഈക്വൽ ടു -9/2. അപ്പോൾ നമുക്ക് n ന് രണ്ട് വാല്യൂസ് ആണ് ഇവിടെ കിട്ടിയേക്കുന്നത്. ഒന്ന് +5 എന്നും ഒന്ന് -9/2 എന്നും. ഇവിടെ ഇമ്പോസിബിൾ ആണ് ഏത് വാല്യൂ 9 ന്? -9/2. കാരണം നമ്പർ ഓഫ് ടേംസ് ഒരിക്കലും ഒരു ഫ്രാക്ഷനോ ഡെസിമൽ നമ്പേഴ്സോ ആവില്ല അല്ലേ? നമ്മൾ നമ്പർ ഓഫ് ടേംസിനെ നമ്മൾ ഡെസിമലിലോ ഫ്രാക്ഷനിലോ പറയാറുണ്ടോ? ഇല്ല. അപ്പോൾ ഒരിക്കലും നമുക്കിത് പോസിബിൾ അല്ല. അപ്പോൾ നമുക്ക് ഏതാണ് എന്നിന് ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള വാല്യൂ? എന്നിന്റെ 5. അപ്പം നമുക്ക് തന്നിരിക്കുന്ന ഗിവൺ APയിലെ നമ്പർ ഓഫ് ടേംസ് എന്ന് പറയുന്നത് എത്രയാണ്? 5. നമ്പർ ഓഫ് ടേംസ് ആകെ എത്ര ഉണ്ട്? 5. അപ്പോൾ നമുക്ക് ഏതെടുക്കാം? n ഈസ് ഈക്വൽ ടു 5. അപ്പൊ നമുക്ക് എന്നിന്റെ വാല്യൂ കിട്ടി. ഇനി നമുക്ക് എന്താ കാണേണ്ടത്? an. മനസ്സിലായല്ലോ? നമുക്ക് എഴുതാം an ഈസ് ഈക്വൽ ടു a + n-1 × d. a നമുക്കറിയാം 2, n ഇപ്പോൾ കിട്ടി 5 - 1, d 8. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 + 4 × 8. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 + 32. ദാറ്റ് ഈസ് ഈക്വൽ ടു 34. സോ എന്ത് ടേം എന്ന് പറയുന്നത് ഏതാണ്? 34. അപ്പൊ നമുക്ക് ഫസ്റ്റ് ടേം നമ്പർ ഓഫ് ടേംസും കണ്ടുപിടിച്ചു, an കണ്ടുപിടിച്ചു. മനസ്സിലായല്ലോ? Then next question. Question ഇതാണ്. In an AP given a is equal to 8, an is equal to 62, sn is equal to 210, find n and d. അതായത് നമുക്കൊരു APയുടെ ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ലാസ്റ്റ് ടേമും പിന്നെ സമ്മും തന്നിട്ടുണ്ട് അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് n ആൻഡ് കോമൺ ഡിഫറൻസ് d. എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നോക്കാം. നമുക്കറിയാം sn കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ n/2 × a + l or a + an. ലാസ്റ്റ് ടേം തന്നിരുന്നാൽ sn കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, രണ്ട് ഇക്വേഷൻ ആണ് നമുക്കറിയാവുന്നത്. അതിൽ ലാസ്റ്റ് ടേം തന്നാൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ ഇതാണ്. sn = n/2 × a + an. sn നമുക്കറിയാം 210, n/2 നമുക്കറിയില്ല, ഇനി കണ്ടുപിടിക്കണം. a അറിയാം 8, ലാസ്റ്റ് ടേം അറിയാം 62. That is equal to n/2 × 62 + 8 is 70. 2ഉം 70ഉം കൂടെ ക്യാൻസൽ ആക്കിയാൽ 35. or 210 is equal to 35n. or n is equal to 210 divided by 35. 210നെ 35 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എത്ര കിട്ടുമെന്ന് നോക്കുക. That is equal to 6. 35 × 6 ആണ് 210. അപ്പൊ നമ്പർ ഓഫ് ടേംസ് നമുക്ക് എത്ര കിട്ടി? 6 എന്ന് കിട്ടി. നമ്പർ ഓഫ് ടേംസ്, അതായത് ഈ തന്നിരിക്കുന്ന APയിൽ എത്ര ടേംസ് ഉണ്ടെന്ന് കിട്ടി? 6 ടേംസ് ഉണ്ടെന്ന് കിട്ടി. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കോമൺ ഡിഫറൻസ് ആണ്. നമുക്കറിയാം കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ an is equal to a + n-1 × d. ഇതിനകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. an എന്ന് പറയുന്നത് 62 എന്ന് തന്നിട്ടുണ്ട്. ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 8 എന്ന് തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് ടേംസ് കണ്ടുപിടിച്ചു 6 - 1 × d. സോ 62 is equal to 8 + 5d. or 62 - 8. 8നെ ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുവന്നപ്പോൾ -8 ആയിട്ട് മാറി. That is equal to 5d. 62ൽ നിന്ന് 8 പോയി കഴിഞ്ഞാൽ ബാക്കി എത്ര കിട്ടും? 54. That is equal to 5d. or d is equal to 54/5. അപ്പൊ നമുക്കിവിടെ എന്ത് കിട്ടി? കോമൺ ഡിഫറൻസ് 54/5
54/5. Okay. The next question. Okay, നമ്മുടെ next question. In an AP, given an is equal to 4, D is equal to 2, Sn is equal to -14, find n and a. നമുക്ക് ആദ്യം n ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ a ആണ് ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ ആദ്യം നമുക്കറിയാം an is equal to a plus n minus 1 into d. an ഇവിടെ തന്നിട്ടുണ്ട് 4. ഫസ്റ്റ് ടൈം നമുക്കറിയില്ല, അതേപോലെ എഴുതി. n നമുക്കറിയത്തില്ല, n minus 1 into കോമൺ ഡിഫറൻസ് 2. സോ 4 is equal to a plus ബ്രാക്കറ്റ് എക്സ്പാൻഡ് ചെയ്താൽ 2n minus 2. 2നെ കൂടെ ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുവന്നാൽ 4 plus 2 is equal to a plus 2n, or a plus 2n is equal to 6, or a is equal to 6 minus 2n. ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കാം. അപ്പൊ നമുക്ക് ഇതിനകത്ത് രണ്ട് വേരിയബിൾ എയും എന്നും നമുക്ക് മിസ്സിംഗ് ആണ്, അതുകൊണ്ട് നമുക്ക് അതിനകത്തുനിന്ന് ആൻസറിലേക്ക് എത്താൻ പറ്റില്ല. അപ്പൊ നമുക്ക് അതിനൊരു ഇക്വേഷൻ നമ്പർ 1 കൊടുക്കാം. ദെൻ നമുക്കറിയാം Sn നമുക്ക് തന്നിട്ടുണ്ട്. Sn കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ n/2 into a plus an ആണ്, ലാസ്റ്റ് ടൈം ഉള്ളത് കൊണ്ട്. or Sn is -14, n/2 നമുക്കറിയില്ല, aയും നമുക്കറിയത്തില്ല, a plus an is 4. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നടത്തിയാൽ -28 is equal to an plus 4 എന്ന് കിട്ടും. ഇവിടെ നമുക്ക് എക്ക് ഒരു വാല്യൂ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, നമുക്കത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് a is equal to 6 minus 2n in ഇക്വേഷൻ നമ്പർ 2. ഇക്വേഷൻ നമ്പർ 2ൽ എക്ക് പകരം 6 minus 2n കൊടുക്കാം. അപ്പോൾ നോക്കുക നമുക്ക് എന്താണ് കിട്ടുന്നത് നോക്കാം. -28 is equal to എക്ക് പകരം 6 minus 2n into n plus 4n. എക്ക് പകരം 6 minus 2n കൊടുത്തു. സോ -28 is equal to ബ്രാക്കറ്റ് എക്സ്പാൻഡ് ചെയ്താൽ 6n minus 2n square plus 4n എന്ന് കിട്ടും. ഇവിടെ 6n ഒരു 4n ഉണ്ട്, ആഡ് ചെയ്താൽ ഇത് 10n എന്നാകും. സോ -28 is equal to 10n minus 2n square, or ഇതിനെ ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുവന്നാൽ 2n square minus 10n minus 28 is equal to 0. നമുക്കിവിടെ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടി. എന്നാൽ ഇത് 2ന്റെ മൾട്ടിപ്പിൾസ് ആണ് കിടക്കുന്നത്. സോ ഡിവൈഡിങ് ത്രൂ ഔട്ട് ബൈ 2, ഡിവൈഡിങ് ത്രൂ ഔട്ട് ബൈ 2 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. സോ n സ്ക്വയർ minus 5n minus 14 is equal to 0. നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം. സോ നമുക്കറിയാം s is equal to -5 ആണ്, പ്രോഡക്റ്റ് ഈസ് -14 ആണ്. രണ്ട് നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ -14 കിട്ടണം, സം എടുക്കുമ്പോൾ -5 കിട്ടണം. നമുക്കറിയാം 7 × 2 എടുത്താൽ 14 കിട്ടും, 7 × 2 സബ്ട്രാക്ട് ചെയ്താൽ -5 കിട്ടും. സോ ഏതിനാണ് നെഗറ്റീവ് നമ്പർ വരേണ്ടത്, ഗ്രേറ്റസ്റ്റ് നമ്പറിന്. സോ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. n സ്ക്വയർ -7n plus 2n minus 14 is equal to 0, or n into ഈ രണ്ട് ടേമിൽ നിന്ന് നമുക്ക് n കോമൺ എടുത്താൽ n minus 7, ഈ രണ്ട് ടേമിൽ നിന്ന് 2 കോമൺ എടുത്താൽ n minus 7, that is equal to 0. Again n minus 7 is a common factor, so taking outside n minus 7 നമ്മൾ ഔട്ട്സൈഡിൽ എടുത്തു കഴിഞ്ഞാൽ ബാക്കി എന്ത് വരും, n plus 2 is equal to 0, or n minus 7 is equal to 0 ആണെങ്കിൽ n is equal to 7 എന്ന് കിട്ടും. n plus 2 is equal to 0 ആണെങ്കിൽ n is equal to -2 എന്ന് കിട്ടും. എന്നാൽ n is equal to -2 is not possible. Why? അതായത് നമ്പർ ഓഫ് ടേംസ് ഒരിക്കലും നെഗറ്റീവ് നമ്പേഴ്സോ റാഷണൽ ഫ്രാക്ഷൻസോ റാഷണൽ നമ്പേഴ്സോ ഒന്നും ആകില്ല. അതുകൊണ്ട് n എന്ന് പറയുന്നത് ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത്, 7. സോ ഇതിനകത്ത് നമ്പർ ഓഫ് ടേംസ് എന്ന് പറയുന്നത് എത്രയാണ്, 7. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, n കിട്ടി. ഇനി നമുക്ക് എന്ത് വേണം, a വേണം. a കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഈ ഇക്വേഷനകത്തോട്ട് n-ന്റെ വില സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് n is equal to 7 in ഇക്വേഷൻ നമ്പർ 1. ഇക്വേഷൻ നമ്പർ 1-നകത്തോട്ട് കൊടുക്കാം. a is equal to 6 minus 2 into 7, that is equal to 6 minus 14, that is equal to -8. സോ നമുക്ക് എന്ത് കിട്ടി, a is equal to -8. മനസ്സിലായല്ലോ. The next question. In an AP,
Given A is equal to 3, N is equal to 8, S is equal to 192 and find D. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കോമൺ ഡിഫറൻസ് ആണ്. നമുക്കറിയാം SN തന്നിട്ടുണ്ടല്ലേ, അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് SN ഇക്വേഷൻ എഴുതാം. SN is equal to n/2 into 2a plus n minus 1 into D. SN എന്ന് പറയുന്നത് 192 ആണ്. N നമുക്കറിയാം 8/2, 2 into a 3 plus n minus 8 minus 1 into D. D അറിയില്ല. So 192 is equal to 8/2 is 4, ബാക്കി 6 plus 7D. So 192 is equal to 4 into അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 24 plus 28D. Then 24 റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുവന്നാൽ മൈനസ് 24 is equal to 28D. നമുക്കറിയാം 192 നിന്ന് 24 മൈനസ് ചെയ്താൽ 8, ഇവിടെ 8 ആണ് വരുന്നത്. 8 നിന്ന് 2 പോയ 6, 168. 168 is equal to 28D or D is equal to 168/28 എന്ന് കിട്ടും. മനസ്സിലായല്ലോ? അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്തായിരുന്നു? കോമൺ ഡിഫറൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ആ കോമൺ ഡിഫറൻസ് ആണ് നമ്മളിവിടെ ചെയ്ത് വെച്ചേക്കുന്നത്. മനസ്സിലായി? വേണമെങ്കിൽ അതിനെ ഒന്നുകൂടെ വേണമെങ്കിൽ നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് എഴുതാം. ഓക്കെ.